അവന് മുന്നൊക്കെ എഴുതുന്ന സമയത്ത് നീ ഇവളെ വളച്ചെടുത്ത് ആ ഗ്യാപ്പിൽ കയറി ഇടിച്ച് ഗോൾ അടിച്ചു. ഒരിക്കലും അല്ല, ഒരിക്കലും മുന്നൊക്കെ പോവാൻ വേണ്ടി കാത്തിരുന്നിട്ട് അവിടെ കയറി ഇടിച്ച് കയറിയതൊന്നും അല്ല. അങ്ങനെ ഗബ്രിയുടെ വീട്ടുകാരുടെയും ഫ്രണ്ട്സിന്റെയും കൂടെ ഭയങ്കര ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 2 ദിവസത്തിന് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എത്ര പേര് കണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു വലുതായിട്ട് ആൾക്കാർ അത് കണ്ടില്ല എന്ന്. അപ്പൊ ആ പോസ്റ്റിനകത്ത് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യരുത് കാര്യങ്ങളെന്നൊക്കെ. എന്തായാലും നമുക്ക് ആ പോസ്റ്റ് എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. This is a humble request from his friends and family. Nobody deserves this much hate. At the end of the day, it's just a game. അവനും ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഉള്ള ഒരു മനുഷ്യനാണ്. എല്ലാവരും കൂടി കോർണർ ചെയ്ത് ഡയറക്ട്ലി ഗബ്രിയെ സൈബർ ബുള്ളീസിലേക്ക് ഇട്ടുകൊടുത്തേക്കുവാണ്. അത് ശരി, ഇപ്പം നമ്മളെല്ലാവരുമായി ഇപ്പോൾ കുറ്റം. ഓക്കെ, എല്ലാവരും കൂടെ കോർണർ ചെയ്തിട്ട് മറ്റേ സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇട്ട് കൊടുത്തതാണ്. അപ്പം അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും അതിനകത്ത് പെടും. ഓക്കെ, എന്ത് മണ്ടത്തരമാണ് ഈ വിളിച്ച് പറയണത്. അവൻ അതിനകത്ത് കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവാൻ പറ്റാത്തതുകൊണ്ടാണ് അവൻ ഇത്രയായിട്ട് വരുന്നത്. അവൻ നല്ലൊരു ഗെയിമർ ആണെങ്കിൽ അവന് തീർച്ചയായിട്ടും എന്തുവാ ഇത്രയ്ക്ക് നെഗറ്റിവിറ്റി ഒരിക്കലും വരുമോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറ. തെളിവാക്കി ഇവിടെ കേട്ടുവെക്കാം. There is no one for him when he is at his lowest. Gabri is definitely a good gamer. Just because of a combo, ഇത്രയും ഡിസ്കസ്റ്റിംഗ് കമന്റ്സ് ഇടുന്നത് വളരെ ടോക്സിക് ആണ്. അവരൊക്കെ മനുഷ്യരാണ്. Nobody is perfect. They have life outside too. Stop spoiling lives. He doesn't deserve this amount of hatred. Please show some empathy and humanity. Kindly stop spreading hate and spread love. സ്നേഹം വാരി വിതറട്ടെ. ഓക്കെ, ഗബ്രി മോൻ അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്ക് ഈ ഒരു പോസ്റ്റും കൊണ്ടൊന്നും ഒരിക്കലും അത് നേരെയാവാൻ പോകുന്നില്ല. അവനില്ലെങ്കിൽ ഒന്ന് മാറാനായിട്ട് നോക്കുക. അവൻ അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ, അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ, പിന്നെ കോമ്പോടെ ആരും പറയണ്ടല്ലേ. ആ വൃത്തികെട്ട പരിപാടി കാണിച്ചതിൻ്റെ പേരിൽ ഈ പറയുന്ന 2 എണ്ണത്തിൻ്റെ ലൈഫ് പോയെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാര്യം പുറത്തിറങ്ങി ഇതെല്ലാം താങ്ങാനായിട്ടുള്ള ശേഷി ഇവർക്ക് ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ ഇത് ബാക്കിയുള്ള ഒരു സൈബർ ബുള്ളിങ് ചെയ്യുന്ന എടുക്കുന്ന പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നല്ലതായിട്ട് വരും, അല്ലെങ്കിൽ ചീത്തയായിട്ട് വരും. ഇത് നമ്മളതിനകത്ത് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഇരിക്കും. അത് വേറെ സത്യം. നമ്മൾ ഒരിക്കലും ഷോയെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതിനകത്ത് കിടന്ന് കാട്ടിക്കൂട്ടുന്നതാണ് അവർ കാണിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന 24/7 പകുതിയും എഡിറ്റഡ് ആണ്. 24/7 വരെ അവർ കട്ട് ചെയ്തിട്ടാണ് പകുതിയും പുറത്ത് വിടുന്നത്. അവർ കട്ട് ചെയ്യാത്തേക്ക് എടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് അതിലും മോശമാവെന്ന് വെച്ചുകൊണ്ടായിരിക്കും മേ ബി അവർ കട്ട് ചെയ്തത്. ഉള്ള കാര്യം പറയാമല്ലോ. അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡിൽ സിബിനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. സിബിനൊക്കെ എടുത്തിട്ട് ഊക്കെന്നൊക്കെ പറഞ്ഞ് അന്യ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും അതാണ് ആൾക്കാർ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് ഡ്രാമയല്ല, ഇത് എന്താ ജാസ്മിൻ ഭയങ്കര ഗെയിമറാണ്, 23 വയസ്സുള്ള കുട്ടിയാണ്. എന്ത് 23 വയസ്സുള്ള കുട്ടി? ഈ കാണിക്കുന്ന എല്ലാം ഗെയിമാണെന്നുള്ള രീതിയിലൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തൊന്നുമില്ല. അതിനൊക്കെ ഒരു പരിധി വേണം, ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ പല കാര്യങ്ങളും പുറത്ത് അവർക്ക് ഇത്രയും ഹെയ്റ്റ് വരാനായിട്ടും കുറെ കാര്യങ്ങൾ ഇപ്പൊ പ്രത്യേകിച്ച് അവസാന റിലേഷൻഷിപ്പിൽ തന്നെ ഇത്ര ഇഷ്യൂ വന്നതെല്ലാം ഈ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല, കുറെ ആൾക്കാർ സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ മുന്ന എന്ന് പറയുന്ന വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്തെങ്ങാണ്ടായിരുന്നു അഫ്സലുമായിട്ട് റിലേഷൻ ഉള്ളതെന്നും, പിന്നെ അതേ കണക്ക് തന്നെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അഫ്സലുമായിട്ട് റിലേഷൻ ആയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അഫ്സലിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരുന്നു മുന്ന കടന്നു പോയെന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ട് ഈ ഹെയ്തി സാദി എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഹെയ്തിക്ക് കാര്യം അത്യാവശ്യം ഇതിനെ പറ്റിയിട്ടൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന ഹെയ്തി ഇവരുടെയൊക്കെ നല്ല ഫ്രണ്ട്സാണ്. പക്ഷെ ജാസ്മിനുമായിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് മിണ്ടത്തില്ലായിരുന്നെന്നാണ് എനിക്കറിയാൻ സാധിച്ചൊരു കാര്യം. പിന്നെ അവസാനം പോകുന്ന സമയത്തും കണ്ടായിരുന്നു സംസാരിച്ചിട്ട് കൊടുത്തിട്ടാണ് കണ്ടുള്ളത്. അല്ലാതെ വലിയ കമ്പനി ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. കാര്യം ഇവരുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇടയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് എന്തൊക്കെയോ സംഭവം ഉണ്ടായിരുന്നത്. അങ്ങനെ ഹേദി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഹേദി എന്താണ് ഇതിനെ പറ്റിയിട്ട് അഫ്സലിനെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അഫിയും ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ആൾ തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു സമയത്ത് അവർ റിലേഷൻഷിപ്പിലായിരുന്നില്ല. ബ്രേക്കപ്പ് നടക്കുന്ന സമയം വരെ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആണെന്ന് കുറച്ച് കാലം വരെ അവർ ഒരുമിച്ച് റിലേഷൻഷിപ്പില്ല. അവള് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നപ്പോൾ, അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്ന ആ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് അഫ്സൽ അമീറുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നില്ല. അത് ബ്രേക്കപ്പ് ആയതിനു ശേഷം തന്നെയാണ് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത്. ആൻഡ് പിന്നെ നമ്മുടെ ഗ്യാങ് ഒക്കെ സ്പ്ലിറ്റ് ആയി. അപ്പോൾ ഇതിനാണ് ഇവിടെ റിലേഷൻഷിപ്പ് ആവുന്നതൊക്കെ. ആ റിലേഷൻഷിപ്പ് ആവുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഇവളിങ്ങനെ റിലേഷൻഷിപ്പിലാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തുറന്ന് പറഞ്ഞു, എൻഗേജ്മെന്റ് ആണ് എന്നുള്ള കാര്യമൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും പറഞ്ഞിട്ടുണ്ട് ഒരു ഹോപ്പ്,
അഫ്സൽ അമീറിനായിട്ട് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഹോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ഞാൻ ഇവിടെ വിളിച്ച സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല, ഇനിയിപ്പോൾ ഞാൻ അഫിക്കാക്കാനെ കൊണ്ടുവന്നിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അഫിക്കാക്കാനെ കൊണ്ടുവന്ന് സർപ്രൈസ് ചെയ്യേണ്ടി വരും. അപ്പം പിന്നെ അഫിക്കാക്കാനായിട്ട് സെറ്റ് ആയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അറിയില്ലടി, നമ്മളിപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, ആയാൽ നല്ലത് എന്നുള്ളത് പറഞ്ഞു. അപ്പം അഥവാ ആയാലും നീ പബ്ലിക് ആക്കാനോ അതിന്റെ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാനോ നിൽക്കണ്ട, കാരണം അറിയാലോ സൈബർ ബുള്ളിങ് ഭയങ്കര പ്രശ്നമാണ്. ഇതിനകത്ത് ഈ സൈബർ ബുള്ളിങ് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. കാര്യം ജാസ്മിൻ ആ സമയത്ത് ബിഗ് ബോസിൽ പോയിട്ടില്ല. അപ്പോൾ ഈ അഫ്സലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പറയുന്നതിനകത്ത് എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് എനിക്കറിയത്തില്ല. പല സ്ഥലങ്ങളിലും അത് ഹൈഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ജാസ്മിൻ. പുറത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് മാത്രമേ ഈ അഫ്സലിന്റെ കേസ് അറിയത്തുള്ളായിരുന്നു. അപ്പം അകത്ത് പോയ സമയത്തും ഈ പറയുന്ന ഗബ്രി എടുത്ത് മാത്രമാണ് ഈ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് പിന്നെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ എൻഗേജ്മെന്റിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം എൻഗേജ്മെന്റിന്റെ കാര്യം നേരെ ഗബ്രി എടുത്ത് പറയാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അത് ജസ്റ്റ് ഒരു വാക്ക് കൊടുത്തു എന്നുള്ള ഒരു സാധനം അല്ല ഉള്ളതെന്ന് ഗബ്രി പറയുന്നുണ്ട്. അല്ലാതെ എൻഗേജ്മെന്റ് ഒന്നും നടന്നിട്ടില്ലെന്ന് ഗബ്രി തന്നെ അറിയുക. അതായത് പല കാര്യങ്ങളും ഈ ഒരു അഫ്സലിനായിട്ടുള്ള റിലേഷൻ എത്രത്തോളം ഡീപ്പാണെന്ന് പോലും ഒരു പക്ഷെ ഗബ്രിക്ക് പോലും അറിയത്തില്ല. അത് എപ്പോഴും മനസ്സിലാണ്. അത് ജാസ്മിന്റെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തെറ്റാണ്. എന്നിട്ട് ലാലേട്ടന്റെ എപ്പിസോഡിലെങ്കിലും അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാര്യം കമ്മിറ്റഡ് ആണെന്ന് വിളിച്ച് കൂവിയ സമയത്തും പിന്നെ അത് കഴിഞ്ഞ് ലാലേട്ടന്റെ എപ്പിസോഡായിരുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു സംഭവങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ടുള്ള. എന്തായാലും ബാക്കിയൂടെ കേട്ടു നോക്കാം. സൈബർ ബുള്ളിങ് ഭയങ്കര പ്രശ്നമാണ്, നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എത്രത്തോളം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പൊ അഫിയുടെ പോസ്റ്റിൽ അഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ് ആയി ഫീൽ ചെയ്തു. ഓഫ് കോഴ്സ് ഞാൻ ജാസ്മിൻ എൻ്റെ ഫ്രണ്ടാണ്, ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അവളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവളൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവളെ കുറ്റം പറയില്ല. അവള് ഈ ഒരു കാര്യത്തിൽ അഫി എൻ്റെ ഫ്രണ്ടാണ്, അഫിയുടെ ഇമോഷൻസിനെയും കൺസിഡർ ചെയ്യണം. അപ്പൊ രണ്ടും ഞാൻ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് വരുമ്പോൾ അഫിയുടെ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചീറ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതാണ്. കാരണം ഒരാൾക്ക് ഒരു ഹോപ്പ്, ഒരു പുറത്ത് നിന്നൊരു ഹോപ്പ് കൊടുത്തിട്ട് ഹോപ്പ് അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. റിലേഷൻഷിപ്പ് അല്ല അവിടെ ബിഗ് ബോസിനകത്ത് ഗബ്രീനായിട്ടുള്ള സീൻസ് ഒക്കെ ഓഫ് കോഴ്സ് ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും അഫിക്ക്. ആൻഡ് അഫിയുടെ ഭാഗത്ത് അഫി പറയുന്നുണ്ടല്ലോ, അഫി അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്, അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അഫി കുറേ പേര് പറയുന്നുണ്ട് അഫിക്ക് ഇത് വേണം, കാരണം നീ അവന് മുന്നൊക്കെ എഴുതുന്ന സമയത്ത് നീ ഇവളെ വളച്ചെടുത്ത ഗ്യാപ്പിൽ കയറി ഇടിച്ച് ഗോൾ അടിച്ചിരുന്നു. ഒരിക്കലും മുന്നൊക്കെ പോകാൻ വേണ്ടി കാത്തിരുന്നിട്ട് അവിടെ കയറി ഇടിച്ച് കയറിയതൊന്നും അല്ല. എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ആ ബ്രേക്കപ്പ് നടക്കുന്ന ആ ദിവസം, അവർ ഡിസിഷൻ എടുക്കുന്ന ദിവസം ഞങ്ങൾ കൂടെയുണ്ട്. അന്ന് ജാസ്മിൻ വളരെയധികം തകർന്നിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. കേട്ടല്ല, ഇതിനകത്ത് വ്യക്തമായിട്ട് ഏതി സാധ്യ പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ഒരു സംഭവമേ അല്ല എന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞത്. ഓക്കെ, അപ്പം എന്തായാലും ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഇനി ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമ്മൾ വലുതായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഇനി അവൾ പുറത്തിറങ്ങി വന്നിട്ട് അത് ക്ലിയർ ചെയ്യാതിരിക്കുകയോ അതൊക്കെ ജാസ്മിന്റെ സ്വന്തം ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഗെയിമിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം, ഗെയിമിൽ എല്ലാവരും എടുത്തു വെച്ച് നല്ല രീതിയിൽ കുടയുന്നുണ്ട്. കാര്യം ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം വർക്കൗട്ട് ആവാൻ പോണത് ആൾക്കാരുടെ ഇടയിലോട്ട് ഇനി പിടിച്ചു പറ്റാൻ പോകുന്നത് കാര്യം ഭയങ്കരമായിട്ട് സിമ്പതി എന്ന് പറയുന്ന ഒരു സാധനമാണ് വർക്കൗട്ട് ആവാൻ പോണത്. കാര്യം ജാസ്മിനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, ജാസ്മിനെ എന്ത് ചെയ്തിട്ടും കുറ്റമാണ്. കുറെ ആൾക്കാർ ബിജിഎമ്മൊക്കെ ഇട്ട് പാട്ടിറക്കുന്നുണ്ട്. അപ്പം ജാസ്മിനെ ഇനി തൊട്ട് ആൾക്കാർ അങ്ങനെ ആയിരിക്കും ഇനി സപ്പോർട്ട് ചെയ്ത് വരുന്നത്. കാര്യം ജാസ്മിൻ നല്ലൊരു ഗെയിമർ ആണ് എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ജാസ്മിൻ ആദ്യം ഒരു 2-3 ദിവസത്തേക്ക് നല്ലൊരു ഗെയിമറായിരുന്നു. പിന്നെ അതിനുശേഷം എന്ത് ഗെയിമാണ് അതിനകത്ത് കളിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയും. ഉള്ള കാര്യം പറയാമല്ലോ, ജാസ്മിൻ ഭയങ്കര ഗെയിമറാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരാരും അതിനകത്ത് ഗെയിമറല്ലേ. ആ സിബിൻ നല്ല ഗെയിമറാണ്. ജിൻഡെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും ജിൻഡെ അത്യാവശ്യം നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് തേങ്ങ കൊടുക്കുന്നുണ്ട്. ഇന്നലെ അവിടെ ഒരു കോൺവെർസേഷനിൽ റസ്മിനും ഗബ്രിയും ജാസ്മിനും ഇരിക്കുന്ന സമയത്ത് പാതിരാത്രി ബെഡിലിരുന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നെഗറ്റീവാണ് പോകുന്നത്. അതായത് ജാസ്മിൻ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ചൊറിയുമ്പോഴത്തേക്ക് എന്താ നിനക്ക് കാണണമെന്ന് ചോദിക്കുമ്പോൾ അവൻ കാണിക്കാൻ പറയുന്നുണ്ടല്ലോ, ആ ഒരു സാധനം പുറത്ത് പോയി എന്ന് അഭി എങ്ങാണ്ട് പറഞ്ഞു കൊടുത്തു. അതായത് അഭിഷേക് എസ് എങ്ങാണ്ട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു സാധനം വെളിയിൽ വന്നിട്ടുണ്ട് നെഗറ്റീവാന്നുള്ള കാര്യം. അപ്പോൾ ഉടനെ ഗബ്രി പറയുന്നത്, ഞാനത് എല്ലാവരോടും പറയുന്നതല്ലേ, അത് തെറ്റാണോ? അപ്പോഴത്തേക്ക് ജാസ്മിന് പറയുന്നത്, അത് ഇത്ര തെറ്റാണോ? അത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പുറത്ത് വേറെ രീതിയിലാണ് പോണേന്ന്. അതിനകത്ത് കാണിക്കുന്നത് തന്നെയാണ് അതിനകത്ത് പുറത്ത് പോണത്, അല്ല പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ
റസ്മിൻ കയറി വന്നിട്ട് കെട്ടിപ്പിടിക്കുക എന്നും പറഞ്ഞിട്ട് അവള് കയറി വന്ന് പുതപ്പിനടിയിൽ കയറി കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ കേൾക്കുന്ന ഒരു ശബ്ദമാണ്. കണ്ടല്ലേ, ഈ ഒരു സാധനമൊക്കെ വെളിയിലോട്ട് പോണത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുക. കാര്യം നിങ്ങൾ മേ ബി പറയുന്നതോ ചെയ്യുന്നതോ വേറെ ഇന്റൻഷൻ, പക്ഷെ ജാസ്മിനും ഗബ്രിയും ചെയ്യുന്ന പല കാര്യങ്ങളും അതിനകത്ത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. ഇപ്പം നിങ്ങൾ ഈ കാണിക്കുന്നത്, ഇപ്പം റസ്മിൻ ഈ കാണിച്ചത് പോലും ആൾക്കാർ ഇതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വേറെ രീതിയിലേ പോക്കത്തുള്ളൂ. അത് ഈ കാണിക്കുന്ന പ്രവർത്തികൾ തന്നെയാണ് പുറത്ത് വരുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് തിരുത്താനൊന്നും പറ്റത്തില്ല. ഇതിപ്പോൾ അതിനകത്ത് എന്ത് ബെഡ്ഷീറ്റിനകത്ത് കാണിച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ അത് വേറെ രീതിയിലോട്ട് കൊണ്ടുപോകും. അതൊക്കെ അങ്ങനെ വരത്തുള്ളൂ. എന്തായാലും ഇതെല്ലാം കേൾക്കുകയും അനുഭവിച്ചേ പറ്റത്തുള്ളൂ. കാര്യം പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും ഇനി എത്രത്തോളം ഇനി തിരുത്താൻ നോക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. എനിവേ, എന്തായാലും നിങ്ങൾക്ക് എപ്പിസോഡിൻ്റെ റിവ്യൂസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ നാളെ തൊട്ട് തീർച്ചയായിട്ടും എപ്പിസോഡിൻ്റെ വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. നല്ല രീതിയിൽ നമുക്ക് ഊക്കുന്ന രീതിയിലുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.